പേര് പറഞ്ഞു രാജൻ മേനാച്ചേരി, താമസിക്കുന്നത് നടത്തറ. വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച്, ഇതിൽ പലരും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം, അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പേൾ റീജൻസിയിൽ മേക്ക് മി റീച്ച് എന്നൊരു എഡിസൺ സാറിൻ്റെ ഒരു പ്രോഗ്രാം ട്രെയിനിങ് നടക്കുന്നുണ്ട്, രാജൻ അതിലേക്ക് വരണം എന്ന് പറഞ്ഞു, ക്ഷണിച്ചു. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് വലിയ പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇതുപോലെ ബാക്ക് സൈഡിൽ ഒരു മൂലയിൽ പോയിട്ടിരുന്നു. സാറിൻ്റെ ട്രെയിനിങ് ഇവിടെ ബിപിൻ സാറും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് കുറേയൊക്കെ എനിക്ക് മനസ്സിലായി, കുറച്ചൊന്നും മനസ്സിലായില്ല. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതിൽ സാറ് പറഞ്ഞു ജോലി ചെയ്ത് കഴിഞ്ഞാൽ കോടീശ്വരനാവില്ല എന്ന്. പിന്നെ ആൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ബിസിനസ് ചെയ്താൽ കോടീശ്വരനാവും, അതിന് ക്യാപിറ്റൽ വേണം. എൻ്റെ കയ്യിൽ ക്യാപിറ്റലില്ല, വാടക വീട്ടിൽ താമസിക്കണു, ഒരു വാഹനമില്ല, ഒരു മൊബൈൽ ഫോൺ ഈവൺ പോലും ഇല്ലാണ്ടാണ് ഞാനിവിടെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്നത്. ആ വ്യക്തിയുടെ കയ്യിൽ എങ്ങനെ ക്യാപിറ്റൽ? ഒരു രക്ഷയില്ല. അങ്ങനെ കുറേ ചാൻസുകൾ പറഞ്ഞു. അതിലൊരു ചാൻസ് ആൾ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എന്താണെന്നറിയില്ല. അതിലും പറഞ്ഞു ഫണ്ട് വേണം, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ സാറ് പറഞ്ഞു ഫണ്ടുള്ള വ്യക്തികളെ കണ്ടെത്തിയാലും മതിയെന്ന്. അങ്ങനെ സുഹൃത്തുക്കളെ, ഒരു 10 വർഷം മുന്നേ ഞാൻ ഫണ്ടുള്ള വ്യക്തികളെ കണ്ടെത്തി ആ ബിസിനസ്സുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോടികൾ ഇട്ട് ബിസിനസ് ചെയ്യാൻ പറ്റണ ഒരു കോടീശ്വരനായിട്ട് എനിക്ക് മാറാൻ പറ്റി. ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അന്ന് മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. സാറോട് പറയുമ്പോൾ സാറ് പറയും അതൊന്നും വേണ്ട, രാജൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി എന്നൊക്കെ പറഞ്ഞു. എന്നെ ഞങ്ങൾ ഇങ്ങനെ സാറായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും തൃശ്ശൂരൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്തും ഒരുപാട് ടൂർ പ്രോഗ്രാമുകൾ സാറ് പറയാറുണ്ട്. അന്നൊക്കെ എനിക്ക് ടൂർ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന ഈ ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള ടൂർ സ്ഥലങ്ങൾ. ഇപ്പം ഇന്ത്യക്ക് പുറത്ത് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ എക്സാമ്പിൾസ് സാറ് പറയും. അന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ ഇന്ത്യക്ക് പുറത്തേക്ക് ടൂറ് പോകാൻ പറ്റും, അവിടെ രാജ്യങ്ങൾ പലതരത്തിലുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ തന്ന സാറിന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഒരു വിദേശ ട്രിപ്പ് തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെ സാറിൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് സാറിനെയും കൊണ്ട് ഒരാഴ്ച തായ്ലൻഡ് പോയി അടിച്ചു പൊളിച്ചു പോന്നു. അതെൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ട് സാർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ ടൂറിൻ്റെ ആ ഒരു ബ്യൂട്ടി. അങ്ങനെ തുടങ്ങിയതാണ് തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ കവർ ചെയ്തു, എൻജോയ് ചെയ്തു പോരുന്നു. ഇനിയിപ്പോൾ ഞാൻ പറയുന്നു, ഇനി അടുത്തത് സാറിനെ കൊണ്ട് ഞാൻ ഒരു അസർബൈജാൻ ട്രിപ്പാണ് ഇപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്ത് പെർമിഷൻ ഞാനത് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫ്രണ്ട്സ്, ഒരു സാധാരണ വ്യക്തികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മനസ്സിലാവില്ല, എന്നെ പോലെ തന്നെ ആവാം ഒരു പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടും. 100% ഗ്യാരണ്ടിയാണ്. അതുപോലെ ട്രെയിനേഴ്സാണ് ഇവിടെ വന്നേക്കണത്. അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം നൽകുവാൻ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.